ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുമ്പോൾ മടങ്ങിവരവിൻ്റെ സൂചന നൽകുകയാണ് മുൻ കിരീടാവകാശിയായ റിസ പഹ്ലവി. താൻ ഉടനെ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്ന് റിസ പഹ്ലവി ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ ജനകീയ വിപ്ലവത്തിൻ്റെ വിജയവേളയിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും ആ ദിനം വളരെ അടുത്താണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഓടിപ്പോയ റിസ പഹ്ലവി 5 പതിറ്റാണ്ടായി പ്രവാസ ജീവിതം നയിച്ചു വരികയാണ്. നിലവിൽ അമേരിക്കയിലാണ് അദ്ദേഹം ഉള്ളത്. ഭരണകൂടത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും പൊതുസ്ഥലങ്ങൾ തിരികെ പിടിക്കാനും റിസ പഹ്ലവി ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗതാഗതം, എണ്ണ, വാതകം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിലാളികളോട് രാജ്യവ്യാപകമായ സമരങ്ങളിൽ പങ്കുചേരാനും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. തെരുവുകളിൽ വെറുതെ നിൽക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യമെന്നും നഗരകേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനും നിലനിർത്താനും തയ്യാറെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രക്ഷോഭക്കാരെ പ്രശംസിച്ച റിസ പഹ്ലവി ഈ പ്രതിഷേധം ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ക്രിമിനൽ നേതാവിനുള്ള ശക്തമായ മറുപടിയാണെന്നും പറഞ്ഞു. ഇറാനിലെ പ്രതിഷേധത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ തേടി അടുത്ത ദിവസം പഹ്ലവി രംഗത്ത് വന്നിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഇറാനിലെ അവസാന ഷായുടെ മകനാണ് 65 വയസ്സുകാരനായ റിസ പഹ്ലവി. രാജഭരണം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കില്ലെന്ന് റിസ പഹ്ലവി ഇതിനു മുൻപും സൂചന നൽകിയിരുന്നു. എല്ലാ ഇറാനികൾക്കും ജനാധിപത്യപരമായ ഒരു ഭാവി സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ചാണ് തൻ്റെ ആലോചനയെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം വൈകാതെ മതഭരണകൂടത്തിനെതിരായ വലിയ പ്രകടനങ്ങളായി മാറുകയായിരുന്നു. പരമോന്നത നേതാവ് അയത്തോള്ള ഖൊമേനിക്കെതിരെ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ മുദ്രാവാക്യം മുഴങ്ങി. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 500-ലേറെ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടുവെന്നും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 1960 ഒക്ടോബറിൽ ടെഹ്റാനിലാണ് പഹ്ലവി ജനിച്ചത്. 1967 പിതാവ് മുഹമ്മദ് റസ പഹ്ലവിയുടെ കിരീടധാരണ വേളയിൽ ഇദ്ദേഹത്തെ ഔദ്യോഗികമായി രാജകുമാരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1980 ഈജിപ്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് ക്യാൻസർ ബാധിച്ച് മരിച്ചു. പിന്നീട് കെയ്റോയിലെ ഒരു കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ പഹ്ലവി സ്വയം ഷാ ആയി പ്രഖ്യാപിച്ചു. ഞാൻ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നാണ് പിന്നീട് നടന്ന ഒരു അഭിമുഖത്തിൽ പഹ്ലവി ദ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത്. ഇറാനിൽ അയത്തോള്ള ഖംനയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുമ്പോൾ റിസ പഹ്ലവിക്ക് 18 വയസ്സായിരുന്നു പ്രായം. ടെക്സസിലെ റീസ് എയർഫോഴ്സ് ബേസിൽ പരിശീലനം നേടുന്നതിനായി അമേരിക്കയിലേക്ക് പോയതിനു ശേഷമായിരുന്നു ഇറാനിയൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. സൈനിക പരിശീലനം പൂർത്തിയാക്കിയ റിസ പഹ്ലവി പിന്നീട് ഒരിക്കലും ഇറാനിലേക്ക് മടങ്ങി വന്നിട്ടില്ല. രാജ്യം വിട്ട തൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹവും ചേരുകയായിരുന്നു. ഇറാനിൽ നിലവിൽ രാഷ്ട്രീയ അധികാരം ഒന്നുമില്ലെങ്കിലും ഇറാനിയൻ പ്രവാസികളുടെയും പരിഷ്കരണവാദികളുടെയും ചില ഇറാനികളുടെയും ഇടയിൽ അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. 1990കളിലും 2000ലും റസ ഇറാനിൽ രാഷ്ട്രീയ മാറ്റത്തിനായി വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. മറ്റ് സമ്പന്നരായ ഇറാനിയൻ പ്രവാസികളും അദ്ദേഹത്തിന് പിന്തുണക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ പഹ്ലവിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങുന്നത്. കാര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ പഹ്ലവി ഇറാനിലേക്ക് എത്തി ജനാധിപത്യപരമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.